നമസ്കാരം. കൊല്ലം തേവലക്കരയിൽ 37-കാരിയായ ഒരു മരുമകൾ 80 വയസ്സുള്ള ഏലിയമ്മ വർഗീസ് എന്ന തൻ്റെ അമ്മായിയമ്മയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനു പിന്നാലെ ആ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മനഃപൂർവ്വമുള്ള നരഹത്യാശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തിരുന്നു. മഞ്ജുമോൾ തോമസ് എന്ന ആ മരുമകൾ ഒരു അധ്യാപികയാണ് എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ആ ദൃശ്യങ്ങൾ നമുക്ക് പൂർണ്ണമായും കാണാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് കൊടും ക്രൂരതയാണ് ആ വൃദ്ധയുടെ മരുമകൾ കാണിച്ചത്. ഈ രംഗങ്ങൾ പകർത്തിയത് മറ്റാരോ ആണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വീഡിയോ ചിത്രീകരിച്ച ആളിനെതിരെ വലിയ രീതിയിലുള്ള രോഷപ്രകടനങ്ങളാണ് കമൻറ്റുകളായി പുറത്തു വന്നത്. പക്ഷേ അത്രയും ക്രൂരമായ ആക്രമണം തടയാൻ കഴിയാതെ ഒരാൾ ചിത്രീകരിക്കണമെങ്കിൽ അയാൾ അത്രയ്ക്ക് നിസ്സഹായനായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മണിക്കൂറുകൾക്കകം പ്രതിയെ തിരിച്ചറിഞ്ഞ് പോലീസ് എത്തി പിടികൂടി. അപ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത് മർദ്ദനമേറ്റ വൃദ്ധയുടെ മകൻ ജെയിംസ് തന്നെയാണെന്ന് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് ജെയിംസ് സ്വന്തം അമ്മയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കാതിരുന്നത്? തീർച്ചയായും അയാൾ നിസ്സഹായനായത് കൊണ്ട് തന്നെയാണ്. ആ സ്ത്രീയെ പിടിച്ചു മാറ്റുകയോ തടയാൻ ശ്രമിക്കുകയോ ദേഷ്യം കൊണ്ട് ഒരടി കൊടുക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇപ്പോൾ വാദി പ്രതിയാകുമായിരുന്നു. എന്തുകൊണ്ടാണത്? നിയമം സ്ത്രീക്ക് അനാവശ്യമായ പരിഗണന കൊടുക്കുന്നതിൻ്റെ അനന്തര ഫലമാണിത്. ഞാൻ സ്ത്രീയാണ്, നിയമം എന്നോടൊപ്പമാണ് എന്നൊക്കെയുള്ള ഒരു ധാർഷ്ട്യം വലിയൊരു വിഭാഗം സ്ത്രീകളുടെ ഉള്ളിലുണ്ട്. ഈ ദൃശ്യങ്ങൾ പകർത്തിയതുകൊണ്ട് ആ അമ്മയ്ക്കും മകനും രക്ഷയായി. 6 വയസ്സുള്ള സ്വന്തം മകളെ കൊണ്ട് അച്ഛനെതിരെ പീഡന പരാതി കൊടുക്കാൻ ശ്രമിച്ചവളാണ് ഈ സ്ത്രീ. ആ കുട്ടിയെ ആരോ പറഞ്ഞു പഠിപ്പിച്ച് പറയിപ്പിക്കുന്നതാണെന്ന് പോലീസുകാർക്കും നാട്ടുകാർക്കും മനസ്സിലായതുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളയാളാണ് മർദ്ദനമേറ്റ വൃദ്ധ. മകനാകട്ടെ ഉന്നത വിദ്യാഭ്യാസമുള്ളയാളും. എന്നിട്ടാണ് സ്വന്തം വീട്ടിൽ ആ അമ്മയ്ക്കും മകനും മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയാതിരുന്നത്. IPC 308, അതായത് കുറ്റകരമായ നരഹത്യാശ്രമം, 294B അസഭ്യം പറയുക, IPC 323 ദേഹോപദ്രവം ഏൽപ്പിക്കൽ, IPC 324 ജീവാപായം സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് മാരകായുധം ഉപയോഗിച്ച് ഉപദ്രവിക്കുക എന്നീ വകുപ്പുകളാണ് മഞ്ജുമോൾ തോമസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ വൃദ്ധയായ അമ്മയെ അടിക്കുകയും തള്ളി താഴെയിടുകയും അടിവയറ്റിൽ ചവിട്ടുകയും ഒക്കെ ചെയ്തു. തലയ്ക്ക് കമ്പിവടി കൊണ്ട് അടിച്ചപ്പോൾ തടഞ്ഞതുകൊണ്ട് കൈക്ക് പരിക്ക് പറ്റി. കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്താക്കി കതകടച്ച് കുറ്റിയിട്ടു. ഇത്രയധികം ക്രൂരതകൾ ആ സ്ത്രീ ഒരു വൃദ്ധയോട് കാണിച്ചു. വൃദ്ധയെ ഉപദ്രവിക്കുന്നതും വഴക്കുമൊക്കെ ഈ വീട്ടിൽ പതിവാണ്. പോലീസും അയൽക്കാരും നാട്ടുകാരുമൊക്കെ പലവട്ടം ഇടപെട്ടു. പക്ഷേ ഈ സ്ത്രീയെ ഭയന്ന് ആരും ഇവർക്കെതിരെ ഒന്നും പറയില്ല. ഇവർ പീഡന കേസ് കൊടുക്കും എന്നാണ് അയൽവാസിയായ ഒരു വ്യക്തി മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നത് കേട്ടത്. ഇത് അവരുടെ മാത്രം ഭീഷണിയല്ല. പല സ്ത്രീകളും പീഡനം പുരുഷന്മാർക്കെതിരെയുള്ള ആയുധമാക്കുകയാണ്. മാന്യകളെന്ന് സ്വയം നടിക്കുന്ന ചില സ്ത്രീകളുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നായിരിക്കും അവരുടെ പരാതി. അപമാനിക്കണം എന്നൊന്നുമില്ല. എന്തെങ്കിലും വ്യക്തിവിരോധമുണ്ടായാൽ മതി, പുളിച്ച തെറിയായിരിക്കും പുരുഷനെ വിളിക്കുന്നത്. 100 തെറി ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരെണ്ണം അങ്ങോട്ട് വിളിച്ചാൽ അത് സ്ത്രീത്വത്തെ അപമാനിക്കലായി. ഇങ്ങനെ ജീവിക്കുന്ന കുറേ എണ്ണമുണ്ട് കേരളത്തിൽ, നമ്മുടെ സമൂഹത്തിൽ. പറഞ്ഞു വന്നത് ഈ സ്ത്രീകൾക്ക് നിയമം കൊടുക്കുന്ന അധിക പരിരക്ഷ അനാവശ്യമാണ് എന്നതിനെക്കുറിച്ചാണ്. ചുരുങ്ങിയ പക്ഷം പുരുഷനെതിരെ കൊടുക്കുന്ന പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞാൽ സ്ത്രീക്കെതിരെ കേസെടുക്കാനുള്ള നിയമനിർമ്മാണമെങ്കിലും കൊണ്ടുവരണം. എല്ലാ രംഗങ്ങളിലും സ്ത്രീ പുരുഷനോടൊപ്പമാണ് എന്നാണല്ലോ വെയ്പ്പ്. അങ്ങനെയാണെങ്കിൽ നിയമം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടേണ്ടിടത്ത് മാത്രം സ്ത്രീ ദുർബലയാകുന്നത് എന്തുകൊണ്ടാണ്? അതൊരു കീഴ്വഴക്കം, അത്രയേ ഉള്ളൂ. ഒരു വിഭാഗം വ്യക്തിവിരോധം തീർക്കാൻ വ്യാജ പരാതികളുമായി ഇറങ്ങുമ്പോൾ അർഹതയുള്ള പലർക്കും നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്തായാലും തേവലക്കരയിലെ സംഭവം ചിലർക്കെങ്കിലും ഒരു പാഠമാകട്ടെ എന്ന പ്രതീക്ഷയോടെ വീണ്ടും കാണാം.